കൊടും കുറ്റവാളിയായ കൊടിസുനിക്ക് പരോൾ ലഭിച്ചതിനെതിരെ നിയമ നടപടിക്ക് ശ്രമിക്കുമെന്ന് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യയും എം.എൽ.എയുമായ കെ രമ പറഞ്ഞു. ഇത് അസാധാരണമായ സംഭവമാണ് എന്നാണ് കെ രമ പ്രതികരിച്ചത്. പ്രതികളെ രക്ഷപ്പെടുത്തുക എന്നത് CPIM-ന്റെ എക്കാലത്തെയും അജണ്ടയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 30 ദിവസം പരോൾ അനുവദിച്ചത് എന്നും കെ രമ പറഞ്ഞു. അല്ല, ഇതൊരു അസാധാരണമായ സംഭവമാണ്. എങ്ങനെ ഇത്തരത്തിൽ ഒരു കൊടും ക്രിമിനലിന് അതും പല പ്രാവശ്യം പരോളിൽ ഇറങ്ങിയിട്ട് പല ക്രിമിനൽ കേസിലും പ്രതിയായി അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിയ ആളാണ്. ഏകദേശം 12ഓളം കേസുകൾ സുനിയുടെ പേരിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രതിക്ക് എങ്ങനെയാണ് ഈ 30 ദിവസം പരോള് കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് DGP നേരിട്ട് കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്ങനെയാ DGPക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കുക? ഇതില് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെട്ടത് കൊണ്ട് ഭാഗമായിട്ടാണ്, മനുഷ്യാവകാശ കമ്മീഷനിൽ അമ്മ നിവേദനം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്നതാണ് അടിയന്തര പരോൾ. അടിയന്തര പരോൾ 15 ദിവസത്തിലപ്പുറം ഉണ്ടാവില്ല. മാക്സിമം 7 ദിവസമാണ് കൊടുക്കുക. 7 ദിവസത്തിൽ വേണമെങ്കിൽ 15, അത്രയാണ് അടിയന്തര പരോൾ. അങ്ങനെയുള്ള ഒരു നിലനിൽക്കെ എങ്ങനെയാണ് ഇത്രയും 30 ദിവസം ഒരു പരോള് കിട്ടി എന്നുള്ള പ്രധാന ചോദ്യമാണ്. അത് ഈ പ്രതികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് CPM-ന്റെയും ഭരണത്തിന്റെയും എക്കാലത്തെയും അജണ്ടയാണ്. അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുക്കുക എന്നത് തന്നെയാണ് നാളിതുവരെ തുടർന്നു വന്നത്. നമ്മൾ കണ്ടതാണ് പല കാര്യങ്ങളിലും. കഴിഞ്ഞ ദിവസം ഈ 3 പ്രതികളെ വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ റിപ്പോർട്ട് തേടിയ സമയത്ത് പോലീസുകാരുടെ റിപ്പോർട്ട് തേടുന്ന സമയത്ത് ആ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് അത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ജയിൽ ഉദ്യോഗസ്ഥന്മാർ നടപടി നേരിട്ടു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപടി നേരിട്ടു. ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള നടപടികളും എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതേ സമയത്താണ് ഇത്തരത്തിലൊരു പരോളുമായിട്ട് നീങ്ങുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും നമുക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇതിനെതിരെ നിയമപരമായിട്ട് തന്നെ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്.